എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബേക്കറികളിൽ കിട്ടുന്ന ദിൽകുഷ് അല്ലെങ്കിൽ തേങ്ങാ ബൺ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. കടകളിൽ നിന്നും വാങ്ങിക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഓവൻ ഒന്നും ഇല്ലാതെ തന്നെ കുക്കറിലോ പാനിലോ ചെയ്തെടുക്കാം. ഇനി വീഡിയോയിലേക്ക് പോകാം. ഒരു ബൗളിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പാണ് എടുത്തത്. 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഈസ്റ്റും ഇൻസ്റ്റന്റ് ഈസ്റ്റാണ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ഗ്ലാസ് ചെറു ചൂടുള്ള പാൽ ഒഴിച്ച് സ്പൂൺ വെച്ച് തന്നെ കൂട്ടി യോജിപ്പിക്കാം. ഒരുവിധം മിക്സ് ആയതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. കൈവച്ച് നന്നായിട്ട് 10 മിനിറ്റ് മാവ് കുഴച്ചെടുക്കാം. മാവ് കയ്യിൽ ഒട്ടിപ്പിടിച്ചോണ്ടിരിക്കും, പക്ഷെ നമ്മളിത് കുഴയ്ക്കുന്നതനുസരിച്ച് മാവ് ഒട്ടുന്ന പരുവം മാറി നല്ല സോഫ്റ്റ് ആയി വരും. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചൊരു ലൂസ് പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും മാവ് ഒട്ടുന്ന പരുവം മാറി നല്ല സോഫ്റ്റ് പരുവമായിട്ടുണ്ട്. ഇനി മാവിന്റെ മേളിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. പ്ലേറ്റ് വെച്ച് മൂടി വെക്കാം. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഒരു പ്ലേറ്റിൽ ഡെസിക്കനേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിൽ അരമുറി ചിരവിയ തേങ്ങ എടുക്കാം. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, ടൂട്ടി ഫ്രൂട്ടി, എൻ്റെ കയ്യിൽ പച്ചയും ചുവപ്പുമാണുള്ളത്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. നമുക്കിത് നട്ട്സും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് തുറന്നു നോക്കാം. നല്ലവണ്ണം മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. പാനിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈക്വൽ 2 ഭാഗമായി എടുക്കാം. ഒരു ഭാഗം എടുത്ത് പാനിൽ വെച്ച് പരത്താം. കുറച്ചൊരു കട്ടിയിൽ വേണം പരത്താൻ. ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് കുറച്ചധികം ചേർക്കണം. എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കാം. ഇനി അടുത്ത ഭാഗം എടുത്ത് പരത്താം. ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ചും പരത്തി എടുക്കാം കേട്ടോ. ഞാനിത് നല്ല സോഫ്റ്റ് ആണ് മാവ്. ഒന്ന് വലിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പരന്നു വരുന്നുണ്ട്. എല്ലാ സൈഡിലേക്കും മാവ് ഒട്ടിച്ചു കൊടുക്കാം. മൂടി വെച്ച് 10 മിനിറ്റ് വെക്കാം. 10 മിനിറ്റിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ച് മിക്സാക്കി ബണ്ണിൽ ബ്രഷ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഗോൾഡൻ കളർ വരാൻ വേണ്ടിയാട്ടോ. ഇനി മൂടി വെച്ച് കൊടുക്കാം. ഇതിന്റെ ഹോളും അടച്ചു കൊടുക്കാം. പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാനാണ്. ഇതിന്റെ മേളിൽ പാൻ വെച്ച് കൊടുക്കാം. 30 മിനിറ്റ് ബേക്ക് ചെയ്യാം. 30 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം.
നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ദിൽകുഷ് റെഡിയായി. നിങ്ങൾക്ക് കാണാം, നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ദിൽകുഷ് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.